ബിസ്മില്ലാ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നമ്മൾ ഈ പാർട്ടിലെ നാലാമത്തെ ഇതിനു മുമ്പ് ഓരോ പാർട്ടുകൾ ചെയ്തിരുന്നു. സംവാദ അവലോകനവും അതിനുള്ള മറുപടിയുമാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇതിനുള്ള മറുപടി ഇദ്ദേഹം സംവാദത്തിൽ ഉന്നയിച്ച ആദ്യത്തെ സെക്ഷനിൽ, അതായത് വിഷയ അവതരണത്തിലെ അദ്ദേഹത്തിൻ്റെ ചില ഖുർആനെതിരെയുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങൾ, അത് ഓരോ പാർട്ടുകളായിട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ അതൊന്ന് നാലാമത്തെ പാർട്ടിലാണ് നമ്മളുള്ളത്. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിമർശനം എത്രത്തോളം ഉണ്ട് എന്നും ഇദ്ദേഹത്തിൻ്റെ ഒരു ഖുർആനുമായിട്ടുള്ള പഠനത്തിൽ എത്രത്തോളം ഇദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതും ഈ വിമർശനം കേട്ടാൽ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. എന്തായാലും ആദ്യം വിമർശനം കേൾക്കാം, എന്നിട്ട് മറുപടിയിലേക്ക് കേൾക്കാം. ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു കഥ പറയാം. ധാരാളം വൈരുദ്ധ്യങ്ങൾ, അതുപോലെ തന്നെ ആവർത്തന വിരസതയുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. വൈരുദ്ധ്യങ്ങൾ ധാരാളം. ഏതൊക്കെയാണ് വൈരുദ്ധ്യങ്ങൾ? രണ്ട് വിഷയം മാത്രമേ ഞാൻ പറയൂ. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് അനന്തകോടി നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ എല്ലാം എന്താകട്ടെ ഏതും സൃഷ്ടിച്ചത് മുഴുവൻ സൃഷ്ടികർത്താവാരാണ്, ഏകനായ അല്ലാഹ്. ഇവിടെ സുന്നികളാവട്ടെ, ജാഹികളാവട്ടെ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഏത് മതപണ്ഡിതന്മാരും ആദ്യമായിട്ട് പറയാനുള്ള വാക്ക് സൃഷ്ടികർത്താവ് ഒരാളേ ഉള്ളൂ, സൃഷ്ടികർത്താവ് ഒരാളേ ഉള്ളൂ, രണ്ടാളില്ല. അതുകൊണ്ട് ഞാനാണ് സൃഷ്ടികർത്താവ് എന്ന് പറയുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാം. എന്നാൽ ഖുർആനിൽ തന്നെ 23:14 കാണാം, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഖാലിഖീങ്ങളിൽ, സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും നല്ലവനാണ് ഞാൻ. അപ്പോൾ ധാരാളം സൃഷ്ടികർത്താക്കളുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഒരുപാട് സൃഷ്ടികർത്താക്കളുണ്ട്. അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും നല്ലവനാണ് ഞാൻ. അപ്പോൾ എത്ര സൃഷ്ടികർത്താക്കളുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി തരണം എന്നുള്ള അതിൻ്റെ പറഞ്ഞു. പിന്നെ ഈ വിഷയം തന്നെ ഇയാളും അതേപോലെ തന്നെ ഈ ലിയാഖത്ത് അലി അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു സ്കൂളിൽ പോയിട്ട് ഇരുന്ന് പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവരെന്താ പറയുക? ഇതേ കാര്യമായിരിക്കും പറയാം, അല്ലേ? ഒരേ കാര്യമായിരിക്കും പറയാം, ഒരേ പഠിപ്പിക്കലായിരിക്കും അവിടുന്ന് ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉള്ള ആളുകളാണ് ഇത്. ഇവർക്ക് ഇത് ആർക്കോ എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ എഴുതി വെച്ച ചില കാര്യങ്ങൾ എടുത്ത് പറയുക എന്നുള്ളത് മാത്രം. ഒന്ന് പരിശോധിക്കണ്ടേ? ജസ്റ്റ് ഒന്ന് പരിശോധിക്കണ്ടേ എന്താണിത് പറയുന്നത്, ഞാൻ എന്താണ് പറയുന്നത് എന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ കൃത്യമാണ്. ഇത് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചത്തെയും നമ്മളെയും എല്ലാം നമുക്ക് ആവശ്യമായ എല്ലാം ഇവിടെ സൃഷ്ടിച്ചു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിലൂടെ തർക്കമില്ല, ആർക്കും തർക്കമില്ല. അത് ഇയാൾക്ക് അങ്ങനെ ഒരു തർക്കം ഉണ്ടാവും? ഒരു ദൈവം ഉണ്ടെങ്കിൽ അവനായിരിക്കും എല്ലാം സൃഷ്ടിച്ചത് എന്നുള്ളതിന് ഇയാൾക്ക് തർക്കം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിക്കോട്ടെ. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? അത് കൃത്യമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ തന്നെ ഞാൻ വേറൊരു മറുപടി ലിയാഖത്തിന് കൊടുത്തിട്ടുണ്ട്. ആ മറുപടി ഞാനിവിടെ ചേർക്കുന്നു. ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ്. ജനങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കുക, ഒരു സംശയം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ യുക്തി എന്ന് ഞാൻ പൊതുവെ ഇവരെ യുക്തിവാദികളെന്ന് വിളിക്കാറില്ല, സ്വതന്ത്ര ചിന്തകരെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇങ്ങനെയുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നടക്കാതാവുമ്പോൾ ഓരോരോ തന്ത്രവുമായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലിയാഖത്ത് ഇന്നത്തെ ഒരു സംശയം, ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത് വിട്ടതാണ്. അതിന് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് അദ്ദേഹം ഉന്നയിക്കുന്ന വാദം എന്ന് ആദ്യം നോക്കാം. അള്ളാഹു ആണല്ലോ സൃഷ്ടികർത്താവ്. അള്ളാഹു സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ വെറും സൃഷ്ടികർത്താവല്ല, അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മികച്ച, ഏറ്റവും നല്ല സൃഷ്ടികർത്താവ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോൾ വേറെ സൃഷ്ടികർത്താക്കളുണ്ടോ എന്ന് അങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. അത് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ സൂക്തം വരുന്നത് രണ്ട് സൂറത്തുകളിലായിട്ട് വരുന്നുണ്ട്. അതായത് ഒന്ന് സൂറ മുഅ്മിനൂനിൽ 23-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വചനം, അതേപോലെ തന്നെ സൂറ സോഫാത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ 125-ാമത്തെ വചനം. അങ്ങനെ രണ്ട് സൂറത്തുകളിലായിട്ട് ഈ വചനം ഇവിടെ അള്ളാഹു അഹ്സനുൽ ഖാലിഖീനാണെന്ന് പറയുന്നുണ്ട്. അതായത് ഏറ്റവും നല്ല സൃഷ്ടികർത്താവാണ് എന്ന് പറയാം. ഖാലിഖാണ്, സൃഷ്ടികർത്താവാണ്, സൃഷ്ടാവാണ് എന്ന അർത്ഥം വരും. നമുക്ക് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനും അതേപോലെ തന്നെ ഇതര ജീവികളും ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല സൃഷ്ടികൾ നടത്തുന്നുണ്ട്. സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ രൂപമാറ്റം, ഒരു സാധനത്തിൽ നിന്നും മറ്റൊന്നിനെ രൂപം മാറ്റിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന റോബോട്ട്, ഈ റോബോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതാനും അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇരുമ്പ് കൊണ്ട്, സ്റ്റീൽ കൊണ്ടും അതേപോലെയുള്ള പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അതിനെ രൂപമാറ്റം വരുത്തിക്കൊണ്ട് ഒരു റോബോട്ടിന്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കും. അപ്പൊ ആ രീതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പലതും ഉണ്ടാക്കുന്നുണ്ട്. അതിനെ അപ്ഡേഷൻ വരുത്തിക്കൊണ്ട്, പല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആണ് മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ച മൊബൈലല്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ. അത് വളരെ അപ്ഡേറ്റ് ആയിട്ട് പല രീതിയിലും ടച്ച് സ്ക്രീൻ ആയിട്ടുണ്ട്. പണ്ട് മറ്റേ സ്വിച്ചൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ടച്ച് സ്ക്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും മാറ്റങ്ങൾ പലതും വരാം. അപ്പോൾ ഇതൊക്കെ ഈ മനുഷ്യരാണ് നിർമ്മിക്കുന്നത്.
അപ്പോൾ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പൂർണ്ണമാവുന്നില്ല എന്നുള്ളതാണ്. അവൻ കണ്ടുപിടുത്തങ്ങളിലൂടെ പലതും പുതിയ അറിവ് കണ്ടെത്തി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത്. പക്ഷെ ഇതിനൊക്കെ ഓരോ മെറ്റീരിയൽ ആവശ്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനത്തിൽ നിന്ന് മറ്റൊരു രൂപം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അതേ സ്ഥാനത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അവൻ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും നല്ല സൃഷ്ടികർത്താവാണ്. അതായത് അവനെ സംബന്ധിച്ചിടത്തോളം ഈ മെറ്റീരിയൽ ഇല്ലാതെയും ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയും. അവൻ ഒരു സാധനം ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. അതേപോലെ മനുഷ്യന് കഴിയില്ല. ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ ഉണ്ടാവില്ല, അത് ഉണ്ടാക്കണം. അവിടെയാണ് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് കൃത്യമായിട്ട് പല ആയത്തുകളും നമുക്ക് ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. ഇത് സൂറ ഹഷർ 59-ാമത്തെ സൂറത്തിലെ 24-ാമത്തെ വചനം. സൃഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അള്ളാഹു അത്രേ അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ആകാശങ്ങളിലും ഉള്ളവരും ഭൂമിയിലുള്ളവയും അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവനെത്ര പ്രതാപിയും കൃത്യമാനും വല്ലാഹു ഹാലിക്കു ബാരിഹോ. കൃത്യമായിട്ട് നിർമ്മാതാവും സൃഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവരും എന്ന് കൃത്യമായിട്ട് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതിന് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല അതിന് അപ്ഡേഷൻസും നമ്മൾ കൊടുക്കും. ഇപ്പൊ നേരത്തെ കാണിച്ച പോലെ തന്നെ റോബോട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പല അപ്ഡേഷൻസും നമ്മൾ ചെയ്യാറുണ്ട്. കാരണം അത് പൂർണ്ണമല്ലാത്തതുകൊണ്ട്. അതേപോലെ തന്നെ മൊബൈൽ ഉണ്ടാക്കിയിട്ട് അതിന് പല അപ്ഡേഷൻസും വരുത്താറുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ തന്നെ വേറൊരു വചനത്തിൽ സുമറിൽ 62-ാമത്തെ വചനം, അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു, അവൻ എല്ലാ വസ്തുക്കളുടെ മേൽ കൈകാര്യകർത്താവും ആകുന്നു. കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പം നമ്മളെ സൃഷ്ടാവിലേക്ക് ഇത് വെറും നൈമിഷികമായ ജീവിതം മാത്രമാണ്. നമ്മുടെ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ വിഷയം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ആ വിഷയം അന്ന് എഡിറ്റ് ചെയ്ത് വെച്ച ആ വീഡിയോ തന്നെ ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈ വിഷയത്തിലും ഇയാൾക്കും എല്ലാവർക്കും ഈ മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പോലെയല്ല നമ്മൾ സൃഷ്ടി നടത്തുന്നത്. നമ്മൾ ഒരു രൂപമാറ്റം മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ഒന്നിനെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണ് രൂപമാറ്റം എടുക്കുക എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, സൃഷ്ടി എന്ന് പറയാം, നമുക്ക് ഭാഷപരമായിട്ട് സൃഷ്ടി എന്ന് പറയാമെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ വസ്തുക്കൾ കൊണ്ടും സൃഷ്ടി നടത്താം. അതേപോലെ തന്നെ വസ്തുക്കൾ ഒന്നുമില്ലാതെ തന്നെ സൃഷ്ടി നടത്താം. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മളെ സൃഷ്ടിച്ചെടുത്ത അതുപോലെ നമുക്ക് മനുഷ്യർ അല്ലെങ്കിൽ ഇതര ജീവികൾക്കോ അങ്ങനെ ഒരു സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? അത് അള്ളാഹു തന്നെയാണ്. അതാണ് ഇവിടെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.